അമ്മ ഒരു കുസൃതി ചോദ്യം ചോദിച്ചോട്ടെ മോനെ. ആയിക്കോട്ടെ. എന്തിനാ ഈ ക്യാൻസർ വരുന്ന സാധനങ്ങളൊക്കെ ഈ മരുന്നിനകത്ത് ചേർക്കും, അത് പിന്നെ ബാൻ ചെയ്യുകയൊക്കെ ചെയ്യണത്? ഒന്ന് പറഞ്ഞു തന്നെ മോനെ. അമ്മേ, ഇത് ഈ NDMA എന്ന് പറയുന്ന ക്യാൻസർ ഉണ്ടാക്കുന്ന ഈ രാസവസ്തു ആരും ക്യാൻസർ ഉണ്ടാകാൻ വേണ്ടി മരുന്നിൽ കൊണ്ടുപോയി ഇടുന്നതൊന്നുമല്ല. ഈ മരുന്നിൽ മാത്രമല്ല, പല പ്രോഡക്ട്സിൻ്റെയും മാനുഫാക്ചറിങ് പ്രോസസ്സിൽ സാധാരണയായിട്ട് അതിൻ്റെ pH കണ്ടീഷൻസ് ശരിയായ അളവിൽ നിലനിർത്താൻ പറ്റിയില്ലെങ്കിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു ബൈ പ്രോഡക്റ്റാണ് ഈ നൈട്രോസോ ഡൈമീഥൈൽ അമീൻ എന്ന് പറയുന്ന ക്യാൻസർ ഉണ്ടാകാൻ സാധ്യതയുള്ള രാസവസ്തു. ഇത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഏത് പ്രോഡക്റ്റിലാണെങ്കിലും, മരുന്ന് ഉൾപ്പെടുന്ന ഏത് പ്രോഡക്റ്റിലാണെങ്കിലും നമുക്ക് പ്രൊഡക്ഷനോടൊപ്പം തന്നെ ഓരോ മരുന്ന് കമ്പനികളും അതിൽ ക്വാളിറ്റി കൺട്രോൾ അനാലിസിസ് നടത്താനുള്ള സെഷനുണ്ട്. അപ്പോൾ അതിനും പുറമെ ഇങ്ങനെ സാധ്യതയുണ്ടെങ്കിൽ FDA പോലെയുള്ള അതോറിറ്റികൾ ഇത് ചെക്ക് ചെയ്യുമ്പോഴാണ് വീണ്ടും ഇതിനെപ്പറ്റി കൂടുതലായിട്ടുള്ള ഗവേഷണങ്ങൾ നടക്കുന്നത്. അപ്പോൾ നമ്മൾ കൃഷിക്ക് ഉപയോഗിക്കുന്ന പെസ്റ്റിസൈഡ്സിൽ, സിഗരറ്റ് സ്മോക്കിങ്ങിൽ, വാഹനങ്ങളിൽ നിന്ന് പുറത്തു പോകുന്ന പുകക്കുഴൽ വഴി പുറത്തു പോകുന്ന രാസവസ്തുവിൽ, വാട്ടർ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റുകളിൽ, ബേക്കറി പലഹാരങ്ങൾ ഉണ്ടാക്കുമ്പോൾ, മിൽക്ക് പ്രോഡക്ട്സ് ഉണ്ടാക്കുമ്പോൾ, പിന്നെ ഡൈ മാനുഫാക്ചറിങ്ങിൽ, റബ്ബർ ഉൽപ്പന്നങ്ങളുടെ മാനുഫാക്ചറിങ്ങിൽ, ഇതിലെല്ലാം ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു ബൈ പ്രോഡക്റ്റാണ് NDMA എന്ന് പറയുന്ന ക്യാൻസർ ഉണ്ടാക്കാൻ സാധ്യതയുള്ള രാസവസ്തു.